ഹലോ മക്കളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പ്ലസ് ടുവിലെ 10 മാർക്കിലധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന് പറയുന്നത്. ആ പാഠാണ് നമ്മൾ ഇന്ന് സുഖമായിട്ട് സെറ്റ് ആക്കിയിട്ട് പോകുന്നത്. മാപ്പിളപ്പാട്ടിലെ കേരളീയത MN കാരശ്ശേരി എഴുതിയിട്ടുള്ള ഒരു ലേഖനാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാപ്പിളപ്പാട്ട് എന്താണെന്നും മാപ്പിളപ്പാട്ടൊക്കെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും അല്ലെ. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് അറബി മലയാള സാഹിത്യത്തിലെ പദ്യകൃതികളെയാണ് നമ്മൾ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. അതില് അറബി മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അറബി മലയാളത്തിൽ എഴുതുന്ന രീതിയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. മാപ്പിളപ്പാട്ട് ആദ്യം തന്നെ വികസിച്ചു വന്നത് നമുക്കറിയാം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലായിരുന്നു. പക്ഷെ ഇന്ന് അത് നമ്മുടെയൊക്കെ പൊതു സ്വത്തായിട്ടാണ് നിൽക്കുന്നത്. കലയുടെ ജനാധിപത്യം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. മാപ്പിളപ്പാട്ട്, ഒപ്പന, ഇതൊക്കെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സ്വത്താണ്. അപ്പം ആ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാഠാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന് പറയുന്നത്. അതില് നമ്മൾ പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ മാപ്പിളപ്പാട്ട് രചനയെ കുറിച്ചാണ്, അതിന്റെ സവിശേഷതയെ കുറിച്ചാണ് പഠിക്കുന്നത്. പുലിക്കോട്ടിൽ ഹൈദരുടെ ഭാഷയെ കുറിച്ചും പ്രമേയത്തെ കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചുമാണ് പ്രധാനമായിട്ടും ഈ ലേഖനം സംസാരിക്കുന്നത്. അതില് ആദ്യമായിട്ട് പറയുന്നത് മാപ്പിളപ്പാട്ടിലെ അല്ലെങ്കിൽ പുലിക്കോട്ടിൽ ഹൈദറിന്റെ കൃതികളിലെ പ്രമേയത്തെ കുറിച്ചൊക്കെയാണ് അല്ലെ. പ്രമേയം എന്ന് പറയുന്നത് കേരളീയമായിട്ടുള്ള ഇതിവൃത്താണ് അദ്ദേഹം സ്വീകരിച്ചതെന്നും മറ്റുള്ളവര് ഇസ്ലാമിക ചരിത്രവും പിന്നെ അറേബ്യൻ ചരിത്രവും ഒക്കെ പ്രമേയത്തിന് സ്വീകരിച്ചപ്പോൾ നമ്മുടെ പുലിക്കോട്ടിൽ ഹൈദർ തനി കേരളീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഓർക്കുന്നുണ്ടോ? ഉദാഹരണമായിട്ട് പറഞ്ഞ പാഠഭാഗത്ത് വെള്ളപ്പൊക്കമാല എന്ന് പറഞ്ഞൊരു കൃതിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ. അത് പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തനി ഏറനാടനാണ് അദ്ദേഹം. ഏറനാടൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുക. അദ്ദേഹം ഒരു മലപ്പുറംകാരനാണ്. അപ്പൊ ഏറനാടനായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത്. വിഭക്തി പ്രത്യയങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും അദ്ദേഹം തനി നാടനായിട്ടാണ് വാക്കുകള് ഉപയോഗിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഭാഷയെ കുറിച്ച് പറഞ്ഞ് പിന്നെ നമ്മള് കാഴ്ചപ്പാടിലേക്ക് വരുമ്പോഴാണ് സ്ത്രീപക്ഷ എഴുത്തുകാരനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ നൊമ്പരം ചിത്രീകരിക്കുന്നതില് അദ്ദേഹം വലിയ മിടുക്ക് കാണിച്ചിരുന്നു. സ്ത്രീകളുടെ ശക്തിയെ കുറിച്ച് പറയുന്നതോടൊപ്പം അവരുടെ ദൗർബല്യങ്ങളെ കൂടി കളിയാക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ എന്നിട്ട് പഠിച്ചത് അദ്ദേഹത്തിന്റെ കത്തുപാട്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ. മറിയക്കുട്ടിയുടെ കത്തുപാട്ട് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചു മറിയക്കുട്ടിയുടെ കത്തുപാട്ടിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ബെല്ലാരി ജയിലിൽ കഴിയുന്ന തന്റെ ഭർത്താവ് ഭാര്യയുടെ ഉമ്മയ്ക്ക് കത്തയക്കുകയാണ്. അതിലെന്തായിരുന്നു പറഞ്ഞത്? അവളുടെ ചാരിത്രത്തിൽ സംശയിച്ചു കൊണ്ടായിരുന്നു കത്തയക്കുന്നത്. അതിന് മറുപടിയായിട്ട് നമ്മുടെ മറിയക്കുട്ടി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അയക്കുന്ന കത്തായിരുന്നു, അവൾ അയക്കുന്ന കത്താണ് മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്നൊക്കെ പറയുന്നത് അല്ലെ. പിന്നെ അദ്ദേഹം ദുരാചാരങ്ങൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക് ഒക്കെ എതിരായിരുന്നു. അദ്ദേഹത്തിന്റെ മാലപ്പാട്ടുകൾ, ദുരാചാരമാല, അങ്ങനെയുള്ള കുറച്ച് മാലപ്പാട്ടുകളുടെ അല്ലെങ്കിൽ പാട്ടുകളുടെ പേരും നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അത്രയും 3 കാര്യത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു പാഠത്തുനിന്ന്, മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന് പറഞ്ഞ പാഠത്തുനിന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത്. നമുക്കൊന്ന് ആശയത്തിലേക്ക് വരാം. കേരളത്തിലെ മുസ്ലിങ്ങൾ ഏകദേശം 500 വർഷം പരിഷ്കരിച്ച അറബി ലിപിയിലാണ് മലയാളം എഴുതാൻ ഉപയോഗിച്ചത്. പുസ്തകങ്ങളിലും മതപാഠശാലകളിലും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട്. അറബി മലയാളം ലിപിയിൽ എഴുതപ്പെട്ട സാഹിത്യശാഖയിലെ പദ്യകൃതികളെയാണ് നമ്മൾ മാപ്പിളപ്പാട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. അറബി മലയാള സാഹിത്യത്തിലെ പദ്യകൃതികളെയാണ് നമ്മൾ മാപ്പിളപ്പാട്ട് എന്ന് വിളിക്കുന്നത്. മാപ്പിളപ്പാട്ടിന്റെ വിഭാഗങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളാം. മാലപ്പാട്ട്, കെസ് പാട്ട്, പടപ്പാട്ട്, ബദർപാട്ട്, അങ്ങനെ നമ്മുടെ മാപ്പിളപ്പാട്ടിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. കത്തുപാട്ട് അല്ലെ, ഇതൊക്കെ മാപ്പിളപ്പാട്ടിലെ വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ഓർത്ത് വെച്ചോളാം. രണ്ടെണ്ണത്തിന്റെ പേരൊക്കെ നമ്മളോട് എഴുതാൻ ചോദിക്കാം. ജാതിമത ഭേദമന്യേ ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കാൻ ആരംഭിച്ചതോടെ മാപ്പിളപ്പാട്ട് കേരളീയരുടെ സംഗീതത്തിന്റെയും ആസ്വാദനത്തിന്റെയും ഭാഗമായി. രചന, ആലാപനം, ആസ്വാദനം തുടങ്ങിയവയിലൊന്നും സമുദായത്തിന്റെയോ വിശ്വാസത്തിന്റെയോ വിലക്കുകൾ അല്ലാതായി തീർന്നു.
രാഷ്ട്രീയം, സിനിമ, നാടകം, സാഹിത്യം മുതലായവ വഴി നടക്കുന്ന കലകളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഫലമായി എല്ലാ കലകളും എല്ലാവരുടേതുമായിട്ട് തീർന്നു. മിസ് നേരത്തെ പറഞ്ഞില്ലേ, ഈ മാപ്പിളപ്പാട്ട് ആദ്യമായിട്ട് വന്നത് അല്ലെങ്കിൽ പ്രചരിച്ചു വന്നത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലായിരുന്നു. പക്ഷെ ഇന്ന് പറയുന്നത് മാപ്പിളപ്പാട്ട് എല്ലാവരുടേതുമാണ്. അതാണ് കലയുടെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത്, എല്ലാവരുടേതായിട്ട് തീർന്നു. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഏറെ ജനപ്രീതി നേടിയ കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ. 1879 1975 ആണ് ജീവിതകാലം. തന്റെ കാവ്യങ്ങളിൽ കേരളീയതയ്ക്ക് വളരെയധികം സ്ഥാനം നൽകിയിരുന്നു. 2000-ഓളം ഒറ്റപ്പാട്ടുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരള ചരിത്രം എന്ന കാവ്യത്തിൽ പിറന്ന നാടിന്റെ ചരിത്രമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ച് എഴുതിയതാണ് വെള്ളപ്പൊക്കമാല. മക്കളെ, വെരി വെരി ഇമ്പോർട്ടന്റ്, വെള്ളപ്പൊക്കമാല അദ്ദേഹത്തിന്റെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൃതിയാണ്. പിന്നെ ഏതാണ്? നരിനായാട്ട്. രണ്ടെണ്ണം പഠിച്ചു വെക്കട്ടോ, നരിനായാട്ട്. പിന്നെ കാളപൂട്ടുപാട്ട് തുടങ്ങി അനേകം രചനകളിൽ സ്വന്തം നാടും സംസ്കാരവും ചിത്രീകരിക്കുന്നു. മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള മറ്റു കവികൾ അറേബ്യൻ ചരിത്രവും ഇസ്ലാമിക ചരിത്രവും കാൽപ്പനിക ലോകവും ഒക്കെ പ്രമേയമാക്കിയപ്പോൾ ഹൈദർ നാട്ടുകഥകളിലേക്ക് തന്റെ ശ്രദ്ധയൂന്നി. അപ്പം പുലിക്കോട്ടിൽ ഹൈദറിന്റെ പ്രമേയത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അദ്ദേഹം നാടിനെ കുറിച്ചാണ് എഴുതിയത്. ബാക്കിയുള്ള ഒരു അറേബ്യൻ ചരിത്രവും ഇസ്ലാമിക ചരിത്രവും ഒക്കെയാണ് എഴുതിയത്. പിന്നെ നോക്ക്, അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴിക്കാരനാണ് പുലിക്കോട്ടിൽ. അടുത്ത് നമ്മൾ ഭാഷയെ കുറിച്ച് പറയുകയാണെ. ഏറെ നാടൻ പദങ്ങൾ, വിഭക്തി പ്രത്യയങ്ങൾക്ക് പോലും മാറ്റം വരുത്തതെയാണ് തന്റെ കവിതയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വിത്ത് എക്സാമ്പിളും പഠിച്ചു വെക്ക. എങ്ങനെ? മലമ്മൽ, മലയുടെ മുകളിൽ അല്ലെങ്കിൽ മലയിൽ എന്ന് പറയുന്നതിന് പകരം മലമ്മൽ എന്ന് പറഞ്ഞു. നരിയെ എന്ന് പറയുന്നതിന് പകരം നരിയനെ എന്ന് തന്നെ തനി നാടനായിട്ട് ഭാഷ ഉപയോഗിച്ചു. യാതൊരുവിധ സംസ്കരണവും അദ്ദേഹം നടത്തിയില്ല. അതാണ് നമ്മൾ ഭാഷയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ രണ്ടെണ്ണായില്ലേ, പ്രമേയായി, ഭാഷയായി. ഇനി നമുക്ക് നോക്കേണ്ടത് കാഴ്ചപ്പാടാണ്. സ്ത്രീകളുടെ നൊമ്പരം ചിത്രീകരിക്കുന്നതിൽ ഹൈദർ ഏറെ പ്രാഗൽഭ്യം തെളിയിച്ചു. പുരുഷന്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമാകുന്ന സ്ത്രീ ജീവിതം ഹൈദറിന്റെ രചനാ വൈഭവത്തെ പ്രചോദിപ്പിച്ചു. പുരുഷനെ പുച്ഛിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ. സ്ത്രീയുടെ ശക്തിയും അതേപോലെ തന്നെ ദൗർബല്യത്തെയും അദ്ദേഹം കൃതികൾക്ക് വിഷയമാക്കി സ്വീകരിച്ചു. തന്റെ നിരപരാധിത്വം വിവരിച്ചുകൊണ്ട് ബെല്ലാരി ജയിലിൽ കഴിയുന്ന ഭർത്താവിന് എഴുതിയ പരിദേവനമാണ് മറിയക്കുട്ടിയുടെ കത്ത് അല്ലെ. ബെല്ലാരിക്കുടനെ ഞാൻ വരാം, ഒട്ടുവഴിയുണ്ടോ, വല്ലികൾക്ക് ഇവിടേക്ക് വരാൻ പാടുണ്ടോ, ഉണ്ടതേ വന്നു കാണാനുണ്ട് മോഹം പൊന്നെ, ഒറ്റ നോക്ക് കണ്ടു മരിച്ചോട്ടെ അന്ന് താനേ എന്ന് പറഞ്ഞിട്ട് നൊമ്പരത്തിൽ കവിഞ്ഞ് അല്ലെ, നൊമ്പരായിട്ട് അവള് കത്ത് എഴുതിയെന്നതാണ് ഭർത്താവിന്. എന്ന മറിയക്കുട്ടിയുടെ ചോദ്യം ഏത് ഹൃദയത്തെയും സ്പർശിക്കും. സ്ത്രീപക്ഷപാതിയായി നിന്നുകൊണ്ട് തന്നെ അനവധി രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പൊ കാഴ്ചപ്പാട് ഒന്ന്, അദ്ദേഹം സ്ത്രീപക്ഷപാതിയാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കരണം കൂടി ആ കവിക്ക് ലക്ഷ്യമാക്കി ഉണ്ടായിരുന്നു. ജീവിത പുരോഗതിക്ക് തടസ്സമാകുന്ന എല്ലാ അനാചാരങ്ങളെയും അദ്ദേഹം പുച്ഛിച്ചു. ദുരാചാരമാല, കലിയുഗം, കാതുകുത്തുമാല, സ്ത്രീ മർദ്ദിതമാല, മാരന്മാരുടെ തകരാറ്, രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. എന്നിവ ഈ ലക്ഷ്യം നിർവഹിച്ചവയാണ്. സാമൂഹിക പരിഷ്കരണം പിൻപറ്റിയിട്ട് അദ്ദേഹം കവിതകൾ എഴുതി, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുകളെ എഴുതി. മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ എന്ന ശാഖയിലാണ് ഹൈദർ ഏറെ കാവ്യങ്ങൾ രചിച്ചത്. കത്തായി വായിക്കാനും പാട്ടായിട്ട് പാടാനും കഴിയുന്ന കാവ്യങ്ങളാണ് ഇവ. കത്തിന്റെ രൂപത്തിലുള്ള മാപ്പിളപ്പാട്ടുകളെയാണ് നമ്മൾ കത്തുപാട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ ശാഖ ഇന്നും സജീവമാണ്. ഗൾഫ് പ്രവാസത്തിന്റെ ഏറ്റവും നല്ല രേഖയായി ദുബായ് കത്തുപാട്ട്, അത് വേറെ ആൾ എഴുതിയതാണ് കേട്ടോ. എസ് എ ജമീൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയത്. അതൊരു ഉദാഹരണമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അന്ധവിശ്വാസങ്ങളെ തുറന്നു കാട്ടുന്നതിന് ഹൈദറിന് മടിയുണ്ടായിരുന്നില്ല. തന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട കവിയാണ് ഹൈദർ എന്ന് പറയുന്നത്. പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാന്റെ അനുയായിയായിട്ട് തീർന്നു. ആ നേതാവിന്റെ ചരമത്തിൽ വ്യസനിച്ചുകൊണ്ട് എഴുതിയ ആ പാട്ടും ശ്രദ്ധേയമാണ്. നമ്മുടെ അബ്ദുറഹ്മാനെ കുറിച്ചിട്ട് കവിത എഴുതിയിട്ടുണ്ട്. നിമിഷ കവിയാണ് ഹൈദർ. മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന ഈണം താൻ അറിയാതെ പാട്ടായി പുറത്തേക്ക് വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 20-ാം നൂറ്റാണ്ടിലെ മലബാറിലെ രാഷ്ട്രീയവും ഗാർഹികവുമായ അനേകം മുദ്രകൾ മാപ്പിളപ്പാട്ടിൽ അടയാളപ്പെടുത്തിയ കവിയാണ്
അദ്ദേഹം എന്ന് പറയുന്നത് ആ പോയിന്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. 20-ാം നൂറ്റാണ്ടിലെ മലബാറിന്റെ രാഷ്ട്രീയവും ഗാർഹികവുമായ അനേകം മുദ്രകൾ മാപ്പിളപ്പാട്ടിൽ അടയാളപ്പെടുത്തിയ കവിയാണ് അദ്ദേഹം. ഇത്രയും പോയിന്റ്സ് ആണ് മക്കളെ നമ്മൾ പഠിച്ചു തീർക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രമേയം, ഭാഷ, കാഴ്ചപ്പാട് മൂന്നും സെറ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി തീർക്കാൻ പറ്റും. 10 മാർക്കിന് 4 മാർക്കിന്റെയും 6 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ ചോദ്യമായിട്ടാണ് നമ്മുടെ മാപ്പിളപ്പാട്ടിലെ കേരളീയത നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. നമ്മുടെ മോഡൽ എക്സാമിനും പബ്ലിക്കിനും ഒക്കെ ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്.